അങ്ങനെ കുറേ നാൾ കൂടി ഇരുന്നിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് പോയത് കേട്ടോ. പോയ വഴിക്കാൻ ഞാൻ നോട്ടോട്ടാണ് ഈ സാധനം. അങ്ങനെ തിരിച്ച് ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ അവിടെ ഇറങ്ങി മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഇതിൻ്റെ അകത്ത് 2 ഇതായിരുന്നുള്ളത് കേട്ടോ. അങ്ങനെ 100 രൂപയ്ക്ക് 6 പീസാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എരുന്നേന്ന് കിട്ടിയതാണ് ആ ഒരെണ്ണം അതിൻ്റെ അകത്ത് കാണുന്ന പ്ലാസ്റ്റിക്കിനകത്ത് കാണിക്കുന്നത്. കുഞ്ഞുനാൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു എനിക്കിത്. പക്ഷേ ഭയങ്കര റെയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. മിക്കവാറും നമ്മൾ മീൻസ് ട്രെയിനിൽ നാട്ടിൽ പോകുന്നേരം ആ ഒരു ടൈമിലാണ് നമുക്കിത് ഈ ട്രെയിനിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂപ്പുള്ള സാധനമായിരിക്കും. അതുപോലെ തീരെ ടേസ്റ്റും കാണത്തില്ല. പക്ഷേ ഇത് നമ്മളല്ലാതെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നല്ല എളുപ്പമൊക്കെ നോക്കി നമുക്ക് എടുക്കാനും പറ്റും. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മൂക്ക് ഞാൻ എപ്പോഴും നേരത്തെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ അമ്മ ഇത് അമ്മ നേരത്തെ മേടിച്ചിട്ട് വന്നല്ലേ, എൻ്റെ ഫേവറേറ്റ് സാധനം അമ്മ മേടിച്ചിട്ട് വന്നു പറഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു സാധനം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് കുറച്ചാണ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇടയ്ക്ക് എപ്പോഴും ഒരു മൂത്തത് കുറച്ചുകൂടെ മൂപ്പുള്ള സാധനം കിട്ടിയിരുന്നു. അപ്പോൾ അതൊട്ടും ടേസ്റ്റ് ആയത്. അങ്ങനെ ഞാൻ പിന്നെ ഇത് മേടിക്കാറില്ലായിരുന്നു. മീൻസ് നമ്മൾ മേടിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും ചീത്തയായിരിക്കും എന്നുള്ള ഡൗട്ട് കാരണം ഞാൻ ഇത് മേടിക്കാറില്ലായിരുന്നു. നമുക്കിത് ഒന്നെങ്കിൽ ഇത് ചത്തി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കൈവച്ച് വേണമെങ്കിൽ നമുക്കത് നുള്ളിക്കളയാം. പക്ഷേ കൈവച്ച് നുള്ളിക്കളയുമ്പോൾ അതിൻ്റെ ഫ്ലഷ് കുറച്ചുകൂടെ കൂടുതൽ പോകും. അപ്പോൾ സേഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിച്ചാത്തി വെച്ച് മുറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫ്ലഷ് അധികം പോവില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പനകരിക്കെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കുഞ്ഞുനാളിൽ നമ്മൾ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ള അതേ സാധനം നമ്മുടെ മക്കളുടെ ഫേവറേറ്റ് ആണെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു ഫീലിംഗ്സ് ആണല്ലേ. അപ്പം നമ്മുടെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. അതുപോലെ എനിക്ക് 100 രൂപയ്ക്ക് 6 പീസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നിയത്. ഞാൻ പിന്നെ കുറേ പറഞ്ഞിട്ടാണ് എനിക്ക് ഒരെണ്ണം കൂടെ ആ മുറിക്കകത്ത് ഒരെണ്ണം കൂടെ എടുത്ത് തന്നത്. അങ്ങനെ നമ്മളത് മുറിച്ചിട്ട് ചിലത് 1-2 ഒക്കെ കുറച്ച് ഹാർഡായിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറച്ച് നല്ലതാണ്. ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മധുരമായിരുന്നു കേട്ടോ. അതുപോലെ ഒരുപാട് നാളിന് ശേഷം ഈ സാധനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. എൻ്റെ മുഖത്ത് മാത്രമല്ല മോക്കും ഭയങ്കര ഇഷ്ടമാണ്. അവളും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഞാൻ മോനെ വിളിച്ച് പിന്നെയാണ് കൊടുത്തത്. എല്ലാം മുറിച്ചെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 പേരുടെ ബഹളമാവും. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഷേക്കായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമുക്കിത് എന്തായിരുന്നു മറ്റേ നമ്മുടെ ജെല്ലിയൊക്കെ ആഡ് ചെയ്തിട്ട് ജെലാറ്റിനൊക്കെ ആഡ് ചെയ്തിട്ട് ജെല്ലി പോലെ ഉണ്ടാക്കിയിട്ട് കേക്ക് പോലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കത് കിട്ടിയപ്പോൾ അന്നേരം തന്നെ അത് കഴിക്കണമെന്നുണ്ടായിരുന്നു. ജെല്ലി ഷേക്കൊക്കെ ആക്കാൻ നിന്നാൽ കുറച്ച് നല്ല ടൈം പിടിക്കും. അതുകൊണ്ടപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഇതിങ്ങനെ കഴിക്കാം. ഇനി അടുത്ത പ്രാവശ്യം മേടിക്കും നമുക്കത് വേറെ രീതി കഴിക്കാം. അങ്ങനെ അവൾക്ക് ഒരെണ്ണം ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനത് റെഡിയാക്കി കൊടുത്തോട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ അത് വീഴുന്നത് വായിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇരിക്കുന്നത്. പക്ഷേ അതും ഒഴുകി അങ്ങ് പോയി കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഇരുന്നതിൽ കൂടുതലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവളാണ് വന്ന് ഫസ്റ്റ് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നത്. അതും കൂടുതൽ ഫുഡിൻ്റെ ഒക്കെ ഒത്തിരി പ്ലേറ്റ് എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പേസ് ഉള്ള ടൈപ്പ് പ്ലേറ്റ് എടുക്കുന്നത്. ഇത് കണ്ടോ, ചിലത് നല്ല രീതിയിൽ സോഫ്റ്റ് ആണ്. ഒരെണ്ണം 1-2 ഇങ്ങനെ ആയിരുന്നേ, കുറച്ച് ഹാർഡായിരുന്നേ. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ബൈ, ടേക്ക് കെയർ.